ഇനി ആരും തല ചൊറിയില്ല. ഇതൊരു തുള്ളി തൊട്ടാൽ പേനും ഈരും തലയിൽ നിന്നും ഇറങ്ങി ഓടും. തലയിൽ പേന്, ഈര്, താരൻ. കൊച്ചു കുട്ടികളറിയാൻ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ എല്ലാവരുടെയും തലയിൽ പേന് ഇഷ്ടം പോലെ ഉണ്ടാകും. ഇപ്പോൾ മുതിർന്നവരാണെങ്കിൽ പോലും പേനോ ഈരൊക്കെ ഉണ്ടെങ്കിൽ നല്ല ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന 3 ഐറ്റത്തെ നമുക്ക് ഒരുമിച്ച് ഇല്ലാതാക്കാൻ പറ്റും. പച്ചക്കർപ്പൂരമാണ്, വെളിച്ചെണ്ണയുമാണ്. അപ്പം ഈ 2 ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ പേനിനെ മുഴുവനായിട്ടും ഇല്ലാതാക്കാൻ പോകുന്നത്. അന്നേരം അതിനുമുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും +2ൻ്റെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളോ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ പറയാൻ പോകുന്ന കാര്യം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ +2 കഴിഞ്ഞ ശേഷം നിങ്ങൾ കൂടുതലായിട്ടും എടുക്കാൻ പോകുന്നത് മെഡിക്കൽ ഫീൽഡായിരിക്കും. BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ, ഫിസിയോതെറാപ്പി ഉള്ള കോഴ്സുകളായിരിക്കും എടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഒരു കാരണവശാലും അങ്ങനെയുള്ള കോഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സംസ്ഥാനം വിട്ട് പുറത്തേക്ക് പോയി ഒരു കാരണവശാലും ചതിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ബാംഗ്ലൂരിലെ ഏറ്റവും ബെറ്റർ കോളേജ് പരിചയപ്പെടുത്താം. VCare ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ബാംഗ്ലൂർ മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 3 കിലോമീറ്റർ മാത്രം അകലെ ഈ ഒരു സിറ്റിക്കുള്ളിൽ തന്നെയാണ് ഈ കോളേജ് വരുന്നത്. ഇവർക്ക് 3 ഓൺ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്, അതും NABH അംഗീകാരമുള്ളത്. അതുകൊണ്ട് തന്നെ പഠിച്ചിറങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും 40,000 ശമ്പളത്തിൽ ഇപ്പോൾ തന്നെ അവിടെ ജോലി കൊടുക്കുന്നുണ്ട്. പല കോളേജിലും നമുക്കറിയാൻ പറ്റും, ചേർന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകളിൽ അവർ ഫീസ് ചോദിച്ച് നമ്മൾ ബുദ്ധിമുട്ടിക്കും. അതും വലിയ ലക്ഷങ്ങളാണ് ചോദിക്കുന്നത്. എന്നാലും നമ്മുടെ ഈ പറയുന്ന VCareലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 1000 രൂപ ഉള്ളെങ്കിൽ പോലും ആ 1000 രൂപ നിങ്ങളുടെ കയ്യിലുള്ള സമയത്ത് അടച്ചടച്ച് ഈ ഒരു 4 വർഷം കൊണ്ട് തീർത്താൽ മതിയാകും. നമുക്ക് ഈ ഒരു ഏജൻസിൻ്റെയോ ഇടനിലക്കാരുടെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് കോളേജിലേക്ക് വിളിച്ച് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഇപ്പോൾ 2 നമ്പർ നമ്മുടെ സ്ക്രീനിൽ ഉണ്ടാവും. നമ്മുടെ ഈ ഒരു കോളേജിൻ്റെ അഡ്മിഷൻസിൻ്റെ നമ്പറാണ്. ഡയറക്റ്റായിട്ട് വിളിച്ച് നമുക്ക് സീറ്റ് ബുക്ക് ചെയ്യാം. 10-12 തുള്ളി മാത്രമേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. അത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ഒരു പച്ചക്കർപ്പൂരം കേട്ടോ. ഒരു കാരണവശാലും നമ്മുടെ ഈ ഒരു വിളക്ക് കത്തിക്കുന്ന കർപ്പൂരം എടുക്കരുത്, പച്ചക്കർപ്പൂരം തന്നെ എടുക്കുക. അതിനുശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ ഈ ഒരു കർപ്പൂരം നമുക്ക് പൊടിച്ച് ഈ എണ്ണയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം ഒരു ചെറിയ കുറുകുന്ന പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിന് അനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു കർപ്പൂരം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അത്യാവശ്യം ഞാൻ ഈ കർപ്പൂരം ചേർത്ത് കൊടുത്തോട്ടെ. അതേണ്ട നല്ലപോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുറുകിയ പരുവായിട്ടുണ്ട്. അപ്പം ഈ ഒരു പരുവത്തിന് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ? ഇത് നമ്മൾ ഒരു വിരലും മുക്കുക. അതിനുശേഷം നമ്മുടെ തലയോട്ടിയിൽ, അതായത് തലയിൽ വെറുതെ അല്ലല്ല, തലയിലോട്ടിൽ പറ്റുന്ന രീതിയിലേക്ക് നല്ലപോലെ തേച്ച് കൊടുക്കണം. നമ്മളൊരു ഓരോ മുടിയും വകഞ്ഞു മാറ്റി നല്ലപോലെ തേച്ച് കൊടുക്കുക. എത്ര വലിയ പേൻ ശല്യമാണെങ്കിലും ഈരാണെങ്കിലും പറയുന്ന താരനാണെങ്കിലും നമുക്കൊരു ഒറ്റ ദിവസം കൊണ്ട് നല്ല റിലീഫ് ഉണ്ടാവും. ഇത് ആഴ്ചയിൽ ഒരു ഒറ്റ തവണ തേച്ചാൽ കേട്ടോ, കൂടുതലൊന്നും തേക്കണ്ട.